ഇപ്പൊ എന്തായി? ഓനോട് അന്നേ നിങ്ങളും പറഞ്ഞേക്കണു, ഞാനും പറഞ്ഞേക്കണു, ആച്ചും പറഞ്ഞേക്കണു ആ പോക്ക് പോണ്ട, ആ ഇക്കക്കൂര നാസാക്കണ്ടത്. ഇപ്പൊ കണ്ടില്ല നിങ്ങള് ഇവിടെ കൊണ്ട് തള്ളി. അതിപ്പോ എല്ലാരും പറഞ്ഞു തന്നെയാണ് മൈമുട്ടിയെ. ഇപ്പൊ അതൊന്നും അല്ലച്ച് വല്ലാത്തൊരു സങ്കടം. ഓനെ നല്ലൊരു ഇരിക്കൂര ഓൻ വിറ്റിക്കാണ്ടാണ് പോയത്. ഇനിയിപ്പോ ഓനെ എവിടെ ഇപ്പൊ നമ്മള് പാർപ്പിച്ച? ഈ ഫോൺ വിളിച്ചു വരാൻ പറഞ്ഞപ്പോഴേ എന്റെ കുഞ്ഞോട് അപ്പൊ തന്നെ പറഞ്ഞേക്കണു ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. കാരണം ഒന്നാമത് എന്താ പറയാ, അന്യ പെൺകുട്ടികളുടെ ഓനാണ് ഈ ബെഡും പെറ്റുന്ന സംഗതി ഊരി കൂടി പോയിട്ടില്ല. ഇവിടെ നബീസു ഇപ്പൊ ആ വർത്താനം തന്നെ എന്നോട് പറഞ്ഞത്. ഓര് പറയുമ്പോലെ ഇപ്പൊ ഞമ്മക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പോനെ, ഞമ്മളെ ചോരനല്ലേ. നാട്ടുകാരും പറയില്ലേ ഞമ്മക്ക് ഈ നാട്ടിലൊരു നെലിം വരിയുള്ളതല്ലേ. ഒരു ഓട്ടോസിൽ സൗണ്ടാ കേൾക്കുന്നു. പൊന്നാര മക്കളെ, വലിയൊരു ഉപകാരമായി നിങ്ങൾ ഇങ്ങോട്ട് കൂടുന്നത്. ഓനെ ചെറിയൊരു സുഖല്ലായ്മ ഉള്ളതാണ്. ഈ കാക്കേ ഫോൺ നമ്പർ തന്നു, അപ്പൊ ഞങ്ങളെ വിളിച്ചതാണ്. ഏതായാലും വലിയ അമ്മാന്തറായി നിങ്ങൾ ഓനോട് കൂടുന്നത്. ഓട്ടോന്റെ കൂലി എത്രടാ? അത് വേണ്ടാക്ക, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ഇയാളോട് കൊടുത്തായി തന്നത്. ഞങ്ങൾ പോട്ടെന്നാലേ. ആ ആയിക്കോട്ടെ. കൊലൊക്കെ കൂടിക്കാണല്ല. അവിടെ ഇരിക്ക. ഏതായാലും ഈ അവിടെയും ഇവിടെയും പോയിക്കാണ്ടേ ഉള്ള സോക്കടെ കേറി മരുന്ന് മുക്കിടി ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ എന്താ എന്റെ അവസ്ഥ? ഞങ്ങള് രണ്ടാളും ഓളും എന്നോട് അന്നെ പറഞ്ഞതൊന്നും വിറ്റൊളിച്ചു കാണ്ട് പോണ്ടാന്ന്. ഇപ്പൊ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥ ആയില്ലേ. ഇതേ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞാണ് എന്നെ പിരിയേറ്റി. ഇത് അത് കേട്ടുകാണ് ചെയ്ത പരിപാടിയാണ്. ഞങ്ങൾ എന്റെ ഉടപ്പറപ്പല്ലേ. എനിക്ക് ദോഷമായ എന്തേലും ഒരു പരിപാടി ഞങ്ങൾ പറഞ്ഞു തരുമോ? അന്നെ ഒരു വേലാകാരിയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കണു. മരുവനും മോളേ റോട്ടുമ്പോ കൊന്നിട്ട് പോയില്ലേ. ദത്ത മൈമുട്ടിയെ ഓനോട് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഓന് എല്ലാം അനുഭവിച്ച് വന്നിരിക്കല്ലേ. ഇജേ ഔത്തേക്ക് നടക്കേ, ഒന്ന് കുളിച്ചിട്ടേ എന്തേലും ഭക്ഷണം എന്തേലും തിന്നോ. എന്നാ ഞാൻ അങ്ങോട്ടാക്കാം. ആടുണ്ടാവും അതെങ്ങനെ നോച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇനി തരണ്ട്. ആ ആയിക്കോട്ടെ.